ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. നമ്മുടെ ദി മജസ്റ്റിക് എൽ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ദ ബ്രാൻഡ് അങ്ങനെ പറഞ്ഞ് നമ്മുടെ രജപുത്ര വിഷ്വൽ മീഡിയയിൽ, അതായത് നമ്മുടെ തുടരുവിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടില്ല. അത് ഗംഭീരമായിട്ടുള്ള സാധനമാണെന്ന രീതിയിൽ ഒരുപാട് ആളുകൾ അതൊന്ന് മെൻഷൻ ചെയ്ത് കമന്റ് ഇടുകയും കുറെ ആളുകൾ പേഴ്സണലി അയച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. തരുൺമൂർത്തി അടക്കമുള്ള ഇതിലെ പല ആളുകളും, റൈറ്ററും ഇതിന്റെ പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സോ തുടരും ദ മജസ്റ്റിക്, മോഹൻലാൽ, ശോഭന, തരുൺമൂർത്തി, എം രഞ്ജിത്ത്, പിന്നെ ആരാണുള്ളത്, KR സുനിൽ, ബിനു പപ്പു. ബിനു പപ്പു ഒക്കെ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. കണ്ടൊക്കെ എന്താണ് ഇവരുടെയൊക്കെ ഒരു സിനിമയിലുള്ള, അതായത് സിനിമ ചെയ്തപ്പോൾ ലാലേട്ടനെ കുറിച്ചുള്ള അത്ഭുതങ്ങൾ, ലാലേട്ടൻ ചെയ്ത ഇത് കണ്ടിട്ടുള്ള സന്തോഷങ്ങൾ, അവരുടെ ആകാംക്ഷകൾ, ഇതൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. ലെറ്റ്സ് വാച്ച്. റെഡി? എന്നെ സംബന്ധിച്ചോളം ഞാൻ ജനിച്ച സമയം മുതൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഒക്കെ മോഹൻലാൽ സിനിമകളാണ്. അപ്പൊ അങ്ങനെ ഒരു ആക്ടറിനെ യൂസ് ചെയ്ത് ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞ ഒരേ സമയം ട്രിക്കിയുമാണ്, അതേപോലെ എക്സൈറ്റ്മെന്റും. ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കും. പിന്നെ തമാശ പറഞ്ഞവിടിരിക്കും. പിന്നെ നേരെ നമ്മൾ കാണുന്നത് നേരെ ക്യാമറയുടെ മുന്നിലേക്ക് പോയിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു പെർഫോമൻസ്. സൈലൻസുകളുള്ള നോട്ടങ്ങൾ, ചില സൈലൻസുകൾ, ചില നോട്ടങ്ങൾ, ചില ബോഡി പൊസിഷനുകൾ, അതെല്ലാം ആസാൻ ആക്ടർ. അതുകൊണ്ടാണ് അദ്ദേഹം വേറൊരു ലീഗിൽ നമ്മൾ അദ്ദേഹത്തെ ഫേസ് ചെയ്യുന്നത്. നമ്മളൊരാളായി നമ്മളോട് കഥകളൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ലൈക്ക് ഭയങ്കര ഈസിലി അഡാപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് ഭയങ്കര ഈസി ആയിട്ട് ഞങ്ങളുടെ വൈബ് എന്താണോ, ഞങ്ങളുടെ കൂടെ എന്താണോ, പുള്ളി ഈസിലി അതിലേക്ക് മാറുകയും ഞങ്ങളെ കൂടെ നിന്ന് തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലൈക്ക് ഭയങ്കര ഈസി ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സായിരുന്നു. പലപ്പോഴും നമ്മളെ ഈ ലാലേട്ടൻ കഥാപാത്രമായിട്ട് മാറുമ്പോ ക്യാമറയ്ക്ക് പുറകിൽ നിന്നിട്ട് ചിലപ്പോൾ മോണിറ്ററിന്റെ പുറകിലേക്ക് തരേണ്ട എന്നുവെച്ചാൽ ഈ മനുഷ്യൻ എന്റെ ആഴത്തിലിറങ്ങുമ്പോ ചിലപ്പോ ഷോട്ട്, ചിലപ്പോ അത് പെർഫോം ചെയ്ത് കാണുമ്പോ നമുക്ക് തോന്നും ആ സിനിമ മൊത്തം ആ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് സിനിമ മോഹിക്കുന്ന, സിനിമയിൽ ആഗ്രഹിക്കുന്ന, സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന, സിനിമ വളരെ ഡീപ്ലി ആക്ടിനെ പറ്റി പഠിക്കുന്ന എല്ലാവർക്കും ഒരു ടെക്സ്റ്റ് ബുക്കാണ് അത്. നമ്മളത് ഇൻ ഡീപ്പിൽ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടന് ചില റിയാക്ഷൻ മാത്രമേ പറ്റും. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. കാരണം വെച്ചാൽ നിമിഷ നേരം കൊണ്ട് ആള് മാറി. പിന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന, അല്ലെ ചേട്ടൻ ഇങ്ങനെ കാണുന്ന ഓരോ ഭാവങ്ങളും, അത് എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനത്തെ നടനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു മൂമെന്റില് ലാലേട്ടൻ തരുന്ന പല കാര്യങ്ങളും നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പറയുന്നത് നമ്മൾ കാണുമ്പോൾ അതുണ്ടാക്കിയ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അത് പറഞ്ഞിരിക്കാൻ വയ്യാത്തതാണ്. ഫാൻ ബോയ് എന്ന് പറയുന്നത് ഞാൻ പണ്ട് കണ്ടുള്ള വരവും, ഞാൻ പണ്ട് കണ്ടിട്ടുള്ള ഇതിനവും, അല്ലെങ്കിൽ അതിലേക്കുള്ള ലാലേട്ടന്റെ ഒരു പുതിയ വേർഷനാണ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പറയും ഈ ക്യാരക്ടർ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ പറയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ ക്യാരക്ടർ ലാലേട്ടന് വേണ്ടി പറഞ്ഞു ചെയ്യിപ്പിച്ചിരിക്കുന്ന പോലെ എന്ന് നമ്മൾ പറയില്ല, അത്തരത്തിൽ ഇത് ഇദ്ദേഹത്തിനുള്ളത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ വിശ്വസിക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമുക്ക് തോന്നും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുള്ളത്. എത്ര കഥാപാത്രങ്ങൾ, അത് ഇവരെ പോലുള്ള മമ്മൂക്കിയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഇത്തരത്തിലൊക്കെയുള്ള ഇവരൊക്കെ ലെജൻഡറി ആക്ടേഴ്സ്, എസ്പെഷ്യലി മലയാളത്തിലാണെങ്കിൽ ഇവർ ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രം ഇവർക്കല്ലാതെ മറ്റാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിപ്പിക്കുന്നതിൽ ഇവരൊക്കെ ഭയങ്കരമായിട്ടുള്ള ആളുകളാണ്. എസ്പെഷ്യലി ലാലേട്ടന്റെ ചില കഥാപാത്രങ്ങൾ, ഈ വരവേൽപ്പാണെങ്കിലും, ഇപ്പൊ ചിത്രം, അതുപോലെ അങ്ങനെ എത്രയോ സിനിമകൾ, ഇപ്പൊ വന്ദനം, അതിലൊക്കെ ആ ഒരു കുസൃതിയും മറ്റു കാര്യങ്ങളും, കുസൃതി മാത്രമല്ല, ഇനി ഈവൻ ലേസ്റ്റ് വന്നിട്ടുള്ള ദൃശ്യം തന്നെ നമുക്ക് എടുത്തു നോക്കാം. അതൊന്നും ലാലേട്ടനല്ലാതെ മറ്റൊരാൾ അങ്ങനെ ചെയ്യും? നമുക്കിപ്പോ നമ്മൾ ആ കഥാപാത്രം ഹിന്ദിയിൽ നമ്മൾ കണ്ടു, അതല്ലാതെ ഉലക നായകൻ കമൽഹാസൻ ചെയ്ത് കണ്ടു, നമുക്ക് തൃപ്തി വന്നിട്ടുണ്ടോ? കമൽഹാസനൊക്കെ നന്നായിട്ട് ചെയ്തു, ബട്ട് കമ്പാരിറ്റീവ്ലി, അല്ലെങ്കിൽ നമ്മൾ ലാലേട്ടനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഉലകനായകൻ കമൽഹാസൻ ഒന്നും അല്ലാതായി മാറുക. ആ ഒരു ഫീൽ അത് ഭയങ്കരമാണ്. അത് കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ ബോഡി ഗാർഡ് എടുത്തു പോയി കഴിഞ്ഞാൽ ദിലീപേട്ടൻ ചെയ്തിട്ടുള്ള
സംഭവം. ദിലീപേട്ടൻ ചെയ്തിട്ടുള്ള ആ സാധനം നമുക്ക് അത് മലയാളത്തിന്റെ ഒരു പ്രത്യേകതയാണെന്ന് എപ്പോഴും തോന്നി. നല്ല അഭിനയ ശേഷിയുള്ള, നല്ല കഴിവുള്ള, അല്ലെങ്കിൽ ബോൺ ആക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരു വരം മലയാള സിനിമയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് തോന്നാറുണ്ട്. അതിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ആൾ തന്നെയാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ. നാച്ചുറൽ ആക്ടിങ്ങിൽ ബോൺ ആക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ലാലേട്ടൻ. അതൊരു വേറെ തർക്കമില്ല. പുള്ളിയുടെ രക്തത്തിൽ തന്നെ അതുണ്ട് നമുക്ക് തോന്നുന്ന പോലെ. ഇപ്പൊ ഇതിൽ തന്നെ പറയുന്ന ഒരു സംഭവം ഉണ്ട്. അദ്ദേഹം ഇപ്പോ KR സുനിൽ, അതിന്റെ പേര് തോന്നുന്നു, റൈറ്റർ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചില സീൻസ് ചെയ്യുന്നത് കണ്ടാൽ അദ്ദേഹത്തിന്റെ സിനിമ മുഴുവൻ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് തോന്നിപ്പോകുന്നത്. ലാലേട്ടനോട് ചോദിക്കുമ്പോൾ ലാലേട്ടൻ ഇപ്പൊ അത് സംഭവിക്കുന്നതല്ലേ മോനെ, അതങ്ങനെ സംഭവിച്ചു പോകുന്നല്ലേ പുള്ളി പറയാറുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുള്ളി ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇപ്പൊ ലാസ്റ്റ് എംപുരാനില് പൃഥ്വി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വട്ടം ചെയ്തത് പിന്നീട് ചിലപ്പോൾ വേറെ ആയിരിക്കും ചെയ്യുക. അത് ആ ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അറിയാണ്ട് സംഭവിച്ചു പോകണം. പുള്ളി സംസാരിച്ചിരിക്കുന്നു, ചിരിക്കുന്നു, മറ്റു കാര്യങ്ങൾ പറയുന്നു, ഒക്കെ ചെയ്യുന്നു. ആക്ഷൻ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ മനസ്സിൽ പുള്ളി കയറ്റി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ പുള്ളി മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു കഥാപാത്രം ആ സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യും, അത് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, സംഭവിക്കുകയാണ് എന്നുള്ളതാണ്. പുള്ളി പറഞ്ഞ പോലെ ഇതൊരു പ്രാർത്ഥനയാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളിന്റെ സ്റ്റൈൽ. സോ നമുക്കത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ വരവേൽപ്പിലും അത്തരം സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ലാലേട്ടന്റെ ഒരു ന്യൂ വേർഷൻ അവർ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര രസമായിട്ട് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. ലാലേട്ടൻ പറഞ്ഞ പോലെ പഴയ ഒരു മോഹൻലാൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. പുതിയ മോഹൻലാൽ ഇപ്പൊ ഉണ്ട്, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. അല്ലാതെ വേറെ ഒന്നും ചെയ്യണമെന്നില്ല. പഴയത് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ ആവണമെന്നില്ല. പുതിയതിനുള്ള പല ക്വാളിറ്റീസും പഴയതിന് ഉണ്ടാവണം എന്നുമില്ല. അത് നമ്മൾ തിരിച്ചറിയത്തിന്റെ പ്രശ്നമായിരിക്കാം. എന്തായാലും തുടരും സിനിമയിലൂടെ അതൊക്കെ തിരിച്ചറിയാനും, കുറെ കാലമായിട്ട് വലിയ കംബാക്ക് എന്ന് നമ്മൾ പറയുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ദൃശ്യത്തിലൊക്കെ നമ്മൾ കംബാക്ക് കണ്ടിട്ടുള്ള ആ ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല എന്നുള്ളത് തുടരും കാണിച്ചു തരും എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എന്തായാലും ദി മജസ്റ്റിക് എൽ തുടരും.